ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അനുവിൻ്റെ അത് ഫംഗ്ഷൻ്റെ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ബ്യൂട്ടീഷ്യനിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് മേക്കപ്പ് ചെയ്യണം. അവിടെ ഒരു സൈഡ്, ഇവിടെ ഒരു സൈഡ് ഞാൻ ചേച്ചിക്ക് മേക്കപ്പ് ചെയ്യണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ കുഞ്ഞൂന് എന്തൊക്കെയാണ് പറയണം, എന്തൊക്കെയാണ് ചെയ്യണം എന്നറിയില്ല. അവൾക്ക് കുറച്ച് നേരം സംസാരിക്കണം പറഞ്ഞു. അപ്പോൾ ഞാനത് കൊടുത്താണ് ഗൈസ്. അതിനുശേഷം അതിന് മാത്രം റെഡിയായി പോരല്ലോ, അമ്മയും അനിയത്തിയും എല്ലാവരും റെഡി ആവണമല്ലോ. അപ്പോൾ ഞാൻ ചേച്ചിക്ക് തലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി മുടിയൊക്കെ പിൻ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവൊക്കെ വെച്ച് കൊടുത്ത് കുഞ്ഞൂന് ഡ്രസ്സ് ഷോളിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ ഒന്നും കൂടി അതൊക്കെ മാറ്റിയിട്ട് അവൾക്ക് നെറ്റിച്ചുറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് മാട്ടി ഉണ്ടായിരുന്നു, അതും കൂടി വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയറിങ്സൊക്കെ കറക്റ്റാക്കി കൊടുത്ത് അടിപൊളിയായിട്ട് ഷാളൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അവളെ കാണുമ്പോൾ നല്ല നല്ല ക്യൂട്ട് ഗേളായിട്ടില്ലേ. അതിനുശേഷം ഇവിടെ അമ്മു കുട്ടും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായും മരുമക്കളും കൂടി ഭയങ്കര ഡിസ്കഷനാണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ബാക്കിയുള്ള മേക്കപ്പും കൂടി ഫിനിഷ് ചെയ്യുന്ന മുടിയൊക്കെ ഹെയർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വരികയാണ് ഗൈസ്. ഞാൻ റെഡി ആയിട്ടില്ല, വീട്ടിലൊരു അനിയത്തിയൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ജസ്റ്റ് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത ശേഷം തിരിച്ച് വരുന്ന സമയത്ത് എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇതെന്നായിപ്പോയി. രാത്രി ഡെക്കറേഷൻ ചെയ്ത് വെച്ച സാധനത്തിനൊക്കെ ഇവിടെ കേട് വരുത്തി വെച്ചിരിക്കുന്നു ഗൈസ്. അതിനുശേഷം അതൊക്കെ ഒന്നും കൂടി സെറ്റാക്കിയിട്ട് ഞാൻ അനുവിനെ പോയി കണ്ടു. നല്ല സുന്ദരിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ വരുന്നവർക്ക് വെള്ളവും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ചീർത്തട്ടങ്ങളും കൊട്ടും വാദ്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ അവിടെ തന്നെ കൂടുതലായിട്ട് അനുവിനായിരിക്കും തോന്നുന്നു ഇത്രയും തട്ട് വെച്ചിട്ടുണ്ടാവുക എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ അത്യാവശ്യം അമ്മ, മാമൻ, ചേച്ചി എല്ലാവരും ഒരുപാട് ആൾക്കാർ, റിലേറ്റീവ്സ് അവരുടെ കുറച്ചധികം വലിയ ഫാമിലിയാണ്. അപ്പോൾ ഏട്ടനും ചേച്ചിയും കൂടി ഫ്രണ്ടിൽ വരവേൽക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോന്നായിട്ട് റെഡിയാക്കിയിട്ട് കൊണ്ടുവരികയാണ്, ഓരോരുത്തരുടെ ഫാമിലി വകയായിട്ടും. അങ്ങനെ അതായത് നമ്മുടെ അതിൽ ഇന്ന ആൾക്ക് ഇന്ന തട്ട്, അല്ലെങ്കിൽ അമ്മായിമാർ ഇങ്ങനെ ചെയ്യണം, ചെറിയച്ചന്മാർ ഇങ്ങനെ ചെയ്യണം, മേമ്മമാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളെ എല്ലാവരും ഓരോ സെറ്റായിട്ട് വരണം. അപ്പം നമ്മുടെ ഗൈസ് അതായത് നമ്മുടെ വൈത്തി, നമ്മുടെ ഗൈസ് ലാസ്റ്റാണ് ഗൈസ്. അവരെപ്പോഴും ലാസ്റ്റ് വരും, പക്ഷേ ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതാണ് നമ്മുടെ പിള്ളേരുടെ ഒരു പഴക്കം എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്ന പ്ലേറ്റുകളൊക്കെ ഒപ്പം അടുക്കി വെച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ എല്ലാവരും ഉള്ളിൽ വന്ന് അനുവിനെ കണ്ട് സംസാരിക്കുകയാണ്. ആളാണെങ്കിൽ ഭയങ്കര പേടിയും കുറച്ചങ്ങനെ എന്തൊക്കെയോ ഒരു അവസ്ഥയാണ്. അപ്പോൾ ചേച്ചി രണ്ടുപേരും കൂടിയിട്ട് അവളെ കൂട്ടിയിട്ട് പോവുകയാണ് ഗൈസ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നമസ്കാരം പറഞ്ഞ് പിന്നെ ഇവിടെയുള്ള ചടങ്ങ് കാര്യങ്ങൾ, അതായത് ആദ്യം ചെറിയച്ഛൻ്റെയും മേമ അവരുടെ, അതായത് 3-4 പേരുണ്ടായിരുന്നു അവരുടെ. അപ്പോൾ അവർക്കുള്ള സാരി കാര്യങ്ങൾ, അതായത് അവരുടെ സാരിയാണ് ആദ്യം ഉടുക്കുക. അപ്പം അതിന് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സാരി തന്നെ. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല അവൾ ഇത്ര ഇതുണ്ടാവും, കാരണം നല്ല മെലിഞ്ഞിട്ടായും ഹൈറ്റും ഒരു പ്രശ്നമായതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഇതുണ്ടാവുമോ എന്നുള്ളതൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല ക്യൂട്ടായിട്ട് ചെറിയ കുട്ടി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവരുടെ മേമന്മാർ കുറേ പേരുണ്ട്, 3-4 പേരുണ്ട്. അപ്പോൾ മേമന്മാരും ചെറിയച്ചന്മാരുമാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ രീതിയിൽ, അതായത് നമ്മുടെ അവിടെ ഇങ്ങനെയാണ് ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഒരു വലിയ ലോങ് ആയിട്ട് തന്നെയാണ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനുശേഷം തായ്മാമൻ്റെ ചീരും അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ അടുത്ത് കൊടുക്കുക. അപ്പോൾ അനുവിന് ഒരുപാട് സാരി കൊടുത്ത് അതിനൊന്നൊരു വഴിയായിട്ടുണ്ടാവുന്നതിനെ പറയാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാച്ച് ചെയ്യണം കുറച്ച് ഓർണമെൻറ്റ്സ്. ഫസ്റ്റ് സാരിക്ക് നമ്മൾ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടില്ല, കാരണം നല്ല ടൈമായിരുന്നു. അതായത് ഈ സാരി ഒരു മുഹൂർത്ത ടൈം കൊടുക്കും, നമ്മൾ കല്യാണത്തിന് മുഹൂർത്തമുള്ള പോലെ ആ മുഹൂർത്തത്തിനുള്ളിൽ ഈ സാരി ഉടുക്കണം. അപ്പോൾ ഫസ്റ്റ് സാരിക്ക് അത്ര റെഡി ആവാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല ടൈം കിട്ടിയപ്പോൾ സാരി കുറച്ചും കൂടി നീറ്റായി കൊടുത്തിട്ട് 2-3 ഓർണമെൻറ്റ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ഇതിൽ ഫുള്ളായിട്ട് മാമന്മാർ, അമ്മായിമാർ, അതായത് അവൻ്റെ തായ്മാമൻ്റെ വഴിയിൽ വരുന്ന എല്ലാവരും, അവൻ്റെ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള എല്ലാവരും വന്ന് ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് അജിയാണ് ഗൈസ്, അവൻ പ്രത്യേകം എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ പറഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ അത് ചേച്ചി, അമ്മായി, അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് ചീര് ചെയ്യാണ്. അതിനുശേഷം അവർ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു നെക്ലസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. പിന്നെ അവർ കുറച്ച് പേര് കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അനുവിന് എനിക്ക് തോന്നുന്നു ഒരു 10 ഡ്രസ്സോളം അവൾക്ക് വന്നിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫാമിലിയിൽ ഫുള്ളായിട്ട്. അപ്പോൾ ഓരോരുത്തരും എടുത്ത് കൊടുത്ത ഡ്രസ്സ് അവൾ ഓരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കണം. കാലിൽ വീണിട്ട് ഇങ്ങനെ ഒരു കുട്ടിയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ ആലോചിച്ചു. കാരണം അവൾ അങ്ങനെ വേഗം സെറ്റാവാനും അങ്ങനത്തെ ഉള്ളൊരു ബുദ്ധിമുട്ട്, ഒരാൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നല്ല, ഒരാളുടെ ഇതിൽ പൂല എന്നുള്ള അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം അവൾ ഇതൊക്കെ ചെയ്തപ്പോൾ. ശേഷം ഇത് അമ്മായിയുടെ ധാവണി സെറ്റായിരുന്നു. എനിക്കത് ഭയങ്കര പേഴ്സണലി കളറും ഇതും ഭയങ്കര ഇഷ്ടമായി സത്യത്തിൽ പറഞ്ഞു വെച്ചാൽ. ഇതാണ് ആളുടെ അമ്മായും മാമനും, അതായത് അച്ഛൻ്റെ ചേച്ചിയും ഭർത്താവുമാണ്. അപ്പോൾ അതും നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി.
എല്ലാ കളറും ഒരുപാട് കളേഴ്സ് ഞങ്ങൾ നോക്കി, എല്ലാ കളറും അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. അപ്പോൾ അമ്മായിമാരിൽ തന്നെ 2-3 പേര് വന്നിട്ട് ആ ചീര ചെയ്യും. ഫൈനലി അവളുടെ ഒരു മേമയുടെ ഒരു ചീരും കൂടി ഉണ്ടായിരുന്നു. അതിൽ സാരിയും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. പച്ചയും റോസും കൂടി മിക്സഡ് ആയിട്ടുള്ള സാരിയായിരുന്നു. ഇതായിരുന്നു അവൾ അവസാനമായിട്ട് ഉടുത്ത സാരി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളൊന്നും അധികം ചെയ്തില്ല, കാരണം ടൈം അത്യാവശ്യം ആയതുകൊണ്ട്. പിന്നെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും ഫുൾ ഓഫ് തിരക്ക്. കാരണം പിന്നെ വന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഈ വെന്തുമ്പോൾ പൈസ എഴുതുക അങ്ങനത്തെ തിരക്കായിരുന്നു ഗൈസ് ഫുള്ളായിട്ട്. ചടങ്ങെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഫുഡ് കഴിക്കൽ, അതുപോലെ വെന്തും എഴുതൽ, അപ്പോൾ ഫുൾ ഓഫ് ബിസി. എല്ലാവരും അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക, തിരക്ക് പിടിച്ച സമയമായിരുന്നു. അപ്പോൾ ഞാനും അതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈത്തി ഫുഡ് ഇട്ടിട്ട് കഴിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ആലോചനയിലിരിക്കുകയാണ് ഗൈസ്. പിന്നീട് മഞ്ജു വന്നു, പിന്നെ അഭിലാഷ് വന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കേണ്ട ചേച്ചി, എന്നാൽ ഞാൻ വീഡിയോയ്ക്ക് പോസ് ചെയ്യും, അങ്ങനത്തെ ഒരു മട്ടാണ്. അങ്ങനെ സമയം കിട്ടിയപ്പോൾ ഞാനൊരു 3 മണി കഴിഞ്ഞിട്ടാണ് ഫോട്ടോ എടുത്തിട്ട് വന്ന ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടനവർ വന്നിട്ട് എൻ്റെ ഒരു ഫോൺ തന്ന് ഫോൺ സംസാരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഹായ് ബൈ ഒക്കെ പറയാണ്. അതിനുശേഷം അനീറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അർമാദിച്ച് കഴിക്കണം. അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്, ഞങ്ങളായിരുന്നു അവസാനം. അപ്പം നല്ല സമാധാനത്തിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കണം. അപ്പോൾ അമ്മ എങ്ങോട്ടോ തേരാപ്പാര പോണ്ട് തിരിച്ചതുപോലെ വരുന്നുണ്ട്. എന്താണെന്നുള്ള സംഭവം ഒന്നും അറിയില്ല. വൈദ്യക്ക് ഫുഡ് കഴിച്ചിട്ട് വൈദ്യൻ്റെ ഫുഡ് വിശപ്പ് അറിയില്ല. അതിനുശേഷം പഴം എടുത്ത് കഴിക്കണം ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കുട്ടി തന്നെ കഴിക്കട്ടെ പറഞ്ഞു. അതിനുശേഷം മൂശിക്ക് നായ്ക്കുട്ടി കണ്ടിട്ട് നായ്ക്കുട്ടി വേണം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നായ്ക്കുട്ടികളോട് കളിപ്പിക്കാൻ വേണ്ടി പോയി. പക്ഷേ അവിടെ പ്രസവിച്ചതായതുകൊണ്ട് കടിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചങ്ങനെ പോയി ഗൈസ്. ഇവിടെ ഫുൾ ഓഫ് തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചെറിയൊരു ഫോട്ടോസും കൂടി എടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് വന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്ന് എല്ലാം ഫൈനലൈസ് ആയി. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കണക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഏട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് പോകാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ അവിടെ പോസ്റ്റ് അടിച്ചിട്ട് എല്ലാവരും ആലോചിച്ച് എന്തൊക്കെയാണ് ചെയ്യുമെന്നുള്ള ഒരു മട്ടിലിരിക്കുകയാണ്. അതിനുശേഷം നമ്മളതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് വന്നു. പിന്നെ അനുവിന് ഒന്നും കൂടി ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വേറെ ഡ്രസ്സൊന്നും ആക്കി കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. ടാറ്റാ.